ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ്സിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് തപ്പി കുറച്ച് റിസർച്ച് ഞാൻ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടുന്ന പോലെ സൊല്യൂഷൻ കിട്ടിയില്ല. സോ ദാറ്റ്സ് വെൻ ഐ തോട്ട് ഓഫ് ബിൽഡിങ് സംതിങ് ഓൺ മൈ ഓൺ. എൻ്റെ പ്രോബ്ലങ്ങൾക്ക് കേറ്റേഡ് ആയിട്ടുള്ള കസ്റ്റമൈസ് സൊല്യൂഷൻ വൈ നോട്ട് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായിക്കൂടാ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ AI സൊല്യൂഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഐ ക്യാൻ കോഡ് വിത്ത് AI. എല്ലാം എനിക്ക് സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കേണ്ട ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ വൈ നോട്ട് എന്ന് തോന്നിയിട്ട് തുടങ്ങിയൊരു പ്രോഡക്റ്റാണത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ജസ്റ്റ് ഒരു സൈനപ്പ് പേജ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ആ പ്രോഗ്രസ് ഒന്ന് ഷെയർ ചെയ്യാം എന്ന് മാത്രമേ ഞാനിപ്പോൾ കരുതുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഈ ടാഗ് ലൈൻസും ഫീച്ചേഴ്സും പറയുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ ആപ്പ് ചെയ്യുന്നത്. ആപ്പിൻ്റെ പേര് savify.app. ഇപ്പോൾ ഇതൊരു വെബ്സൈറ്റാണ്. ജസ്റ്റ് ബിക്കോസ് ഐ എം ബ്രഷിങ് അപ്പ് മൈ നോളേജ് ഇൻ React.js ആൻഡ് എവറിത്തിങ്. ഫ്രണ്ട് എൻഡ് ഞാൻ അത്ര ഫ്രണ്ട് എൻഡ് സ്ട്രോങ് അല്ല. അപ്പോൾ ഈ ടെക്നോളജീസ് എല്ലാം എനിക്ക് പഠിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാനൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വീണ്ടും ആദ്യം വെബ്സൈറ്റിൽ തുടങ്ങാൻ കരുതിയാണ്. ഇറ്റ് ഈസ് മെയിൻലി ഗോയിങ് ടു ബി ഫോക്കസ്ഡ് ഇൻ എ മൊബൈൽ ആപ്പ് വേർഷൻ. ഓക്കെ, ആൾക്കാർ അധികവും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ് ഫോർ ട്രാക്കിംഗ് എക്സ്പെൻസസ്. ദേ പ്രിഫർ യൂസിങ് മൊബൈൽ ഫോൺ ആപ്സ്, മൊബൈൽ ആപ്സ് ടു ട്രാക്ക് ദെയർ എക്സ്പെൻസസ് ആൻഡ് എവറിത്തിങ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ആപ്പ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ എക്സ്പെൻസസും കാര്യങ്ങളും മോണിറ്റർ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഫൈനാൻഷ്യൽ അഡ്വൈസസ് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ദിസ് ആപ്പ് ഇസ് ഡൂയിങ്. സോ ദിസ് ഇസ് ആക്ച്വലി ബേസിക്കലി എൻ AI പ്രോഡക്റ്റ് വിച്ച് മോണിറ്റേഴ്സ് അവർ spending habits and gives us advices like okay, ഇവിടെ ഇന്ന കാറ്റഗറിയിൽ സ്പെൻഡിങ് കുറച്ച് കൂടുതൽ പോകുന്നുണ്ട്, ഒരു പക്ഷേ നിനക്കതിൽ കുറച്ച് ഇത്ര കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് ആഡ് ചെയ്ത് വെച്ചിട്ട് ഇൻ ദ നെക്സ്റ്റ് 3 months നിനക്ക് ഇത്രയും സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ അടുത്ത 2 വർഷം കഴിയുമ്പോൾ ഇത്രയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. അതൊരു പക്ഷേ നമുക്ക് സ്മാർട്ടായിട്ട് ഒരു SIPയിലോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റിംഗ് ഇൻഡെക്സുകളിലോ നമുക്ക് ഇടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും എന്ന രീതിയിൽ വല്ല ഫൈനാൻഷ്യൽ അഡ്വൈസസ് തരാൻ പറ്റുന്ന ഒരു AI ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്മാർട്ട് AI ഇൻസൈറ്റ്സ്, പ്രോ ആക്റ്റീവ് സൊല്യൂഷൻസ്. പിന്നെ നമുക്ക് ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ദിസ് ഈസ് ദ വാല്യൂ ദാറ്റ് ഐ എം പ്ലാനിങ് ടു ആഡ് ടു പീപ്പിൾസ് ലൈഫ് യൂസിങ് ദിസ് പ്രോഡക്റ്റ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഒരു സൈനപ്പ് പേജ് ഉണ്ടാക്കി. ലെറ്റ്സ് സീ ഹൗ the sign up page loads when we loads it for the first time. So as you can see, there are subtle animations going on. കുറച്ച് ഓവറായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആനിമേഷൻസ് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഫ്രെയിമർ മോഷൻ എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ്. അതിന് മുൻപായിട്ട് നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ് സ്റ്റാക്കുകൾ നോക്കാം. ഫ്രണ്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് React.js ആണ്, വിത്ത് JavaScript ആണ് ഉപയോഗിക്കുന്നത്, ടൈപ്പ് സ്ക്രിപ്റ്റ് അല്ല. ഇപ്പോൾ നമ്മൾ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്നില്ല, Next.js പോലെയൊന്നും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റിയാക്ട് വിത്ത് വീറ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, React.js വിത്ത് വീറ്റ്. ബാക്ക് എൻഡിന് ഉദ്ദേശിക്കുന്നത് പൈത്തൺ ആയിരിക്കും. ബിക്കോസ് വി ആർ യൂസിങ് എ ലോട്ട് ഓഫ് AI ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു യൂസ് പൈത്തൺ, എനി പൈത്തൺ ഫ്രെയിം വർക്ക്. മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫാസ്റ്റ് API ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഫാസ്റ്റ് ആൻഡ് ഈസി ടു ലേൺ ഓൾസോ. Django ഇസ് പ്രെറ്റി ഹെവി ആൻഡ് എൻ്റെ യൂസ് കേസിന് Django ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് Django ഉപയോഗിക്കാത്തത്. ഓക്കെ, let's go to the code and check what is going on. Okay, so this is the code and ഇതാണ് നമ്മുടെ എൻട്രി പോയിൻറ്റ്. എല്ലാ റൗട്ടുകളും നമ്മുടെ ആപ്പിലുണ്ട്, app.js-ലുണ്ട്. ദീസ് ആർ ദ റൗട്ട്സ്. ആകെ 2-3 റൗട്ടേ ഉള്ളൂ ഇപ്പോൾ. നമുക്ക് ലോഗിനും സൈനപ്പും മറ്റൊന്നുമില്ല. ആൻഡ് ദെൻ ഓൾ ദി ആനിമേഷൻസ് ആൻഡ് എവറിത്തിങ് ആർ ഇൻ ദ കമ്പോണൻസ് ഫോൾഡർ. ദെൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് Tailwind CSS ആണ് ഫോർ ദ സ്റ്റൈലിംഗ് ആൻഡ് എവറിത്തിങ്. And if you see the animated components, I have imported things from the Framer Motion library. If you can see, it's not a normal div, it's a motion.div. നമുക്ക് ആനിമേഷൻസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിലാണ് ഈ HTML എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, that's it about that. Now when we come back to this, this is the library that I was talking about, the Framer Motion. And ഒരുപാട് ടൈപ്സ് ഓഫ് ആനിമേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദിയർ ഡോക്യുമെൻറ്റേഷൻ. ആൻഡ് നെക്സ്റ്റ് ടൈം വെൻ യു സീ ദി വെബ്സൈറ്റ്, നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സുകളൊക്കെ ഇതിന് കൊടുത്തെന്ന് വരാം. മേ ബി ഐ വിൽ ആഡ് സം മോർ ആനിമേഷൻ ഫീച്ചേഴ്സ് ഇൻ ടു ദിസ്. ദ വേ ദീസ് തിങ്സ് അപ്പിയർ
കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് വരാം. Now coming back to the code, if you notice, I don't know if you noticed, .bolt എന്ന് പറഞ്ഞൊരു ഫയൽ കാണുന്നുണ്ട്. That's because I've used AI completely for making this particular app. Completely in the sense I've added my own code also, but the base is given by Bolt. So Bolt is this open sourced, I think it's open source, but I'm not sure. So Bolt basically ഒരു ചെറിയ പ്രോംപ്റ്റ് കൊടുക്കുക, build a login page using React. Okay, that's all that I've given. ഇപ്പോൾ by default it's using TypeScript, but നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ അതിന് മാറ്റം വരുത്തും. നമുക്കതിന് വേണ്ടുന്ന ഫയൽ ആൻഡ് ഫോൾഡർ സ്ട്രക്ചർ എല്ലാം നമുക്ക് ബോൾട്ട് തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് ദ കോഡ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഗിവ്സ് അസ് എ പ്രിവ്യൂ ഓൾസോ, നൈസ് പ്രിവ്യൂ. സി, ദിസ് ഇസ് ബിൽഡ് വെരി ഈസിലി. നമുക്ക് എന്നിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് ഈ എൻറ്റയർ കോഡ് സ്ട്രക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് VS കോഡിൽ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി അങ്ങോട്ട് തുടർന്നുള്ള പ്രോഗ്രസ് നമ്മൾ ഈ പ്രോജക്റ്റിൽ ഉണ്ടാക്കുന്നത് ഓരോ എപ്പിസോഡുകളായിട്ട് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ഓൾ ദ സപ്പോർട്ട് ഫ്രം യു ഗൈസ്. ഇത്രയേ ഉള്ളൂ എൻ്റെ ജേർണി. ഷെയർ ചെയ്യുക, ഓരോ മൈൽ സ്റ്റോൺസുകൾ കഴിയുമ്പോഴും അതിവിടെ ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. പറ്റുവാണെങ്കിൽ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കോൺട്രിബ്യൂഷൻസ് തരുന്നു, ഞാൻ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എടുക്കും. ഇത് സക്സസ് ആയിട്ട് വരുവാണെങ്കിൽ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കി എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ആൻഡ് ഐ വിൽ ടീച്ച് യു ഗൈസ് ഈവൻ ഇഫ് യു ആർ ബിഗിനേഴ്സ്. ബിക്കോസ് ഞാനും ഫ്രണ്ട് എൻഡിൽ ബിഗിനറാണ്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് എൻഡ് ആൻഡ് UI മാത്രമേ നോക്കുന്നുള്ളൂ. വൺസ് വി ഡൺ വിത്ത് ദാറ്റ് വിൽ സ്ലോലി മൂവ് ഓൺ ടു ദ ബാക്ക് എൻഡ് വിച്ച് ഐ എം മോർ സ്ട്രോങ്ങർ ദാൻ ദ ഫ്രണ്ട് എൻഡ് പാർട്ട്. ഓക്കെ, once this entire website is complete, we'll move to making the mobile version of it, both iOS and Android app. We'll be using the React Native for that, and yeah, that's how the journey is going to be. So these are actually basic side projects. I'm working as a software engineer full time. These are side projects that you can build. This is actually solving a problem. എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മറ്റാൾക്കാരുണ്ടാവും. സോ I hope this is going to be useful for them also. Okay, and I'll be sharing all the journey here. Thank you for watching. If you made so far, I would appreciate if you could leave a like, and if you subscribe, much appreciated. Thank you, and yeah, have a nice day. Bye bye.